നമസ്കാരം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു പ്രതികരണം കാണിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രതികരണം. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്ക് കഴിഞ്ഞ 7 വർഷക്കാലമായി ആകെ ചെയ്യുന്ന പണി എന്ന് പറയുന്ന പൊതുച്ചോറാണ്. ആ വിതരണത്തിന് പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ നിയമവിരുദ്ധ ഏർപ്പാടുകളെ പറ്റി ഈ വേദിയിൽ നിന്നുകൂടി ഞാൻ പറയുന്നില്ല. ഒരു കുറ്റവാസനയുള്ള അധമ ചിന്ത വഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ പൊതുച്ചോർ വിതരണത്തെ ഇങ്ങനെ ചിത്രീകരിക്കാൻ കഴിയുകയുള്ളൂ. രാഹുൽ മാങ്കൂട്ടം അങ്ങനെ പറയാനുള്ള സാഹചര്യം ആ പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പുറത്ത് നടക്കുന്ന കാര്യങ്ങളും താരതമ്യം ചെയ്ത് രമേശ് ചെന്നിത്തല ഒരു പ്രതികരണം പരസ്യമായി നടത്തിയതാണ്. ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതുച്ചോർ വിതരണത്തെ സൂചിപ്പിച്ച് നടത്തിയതാണ്. രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അന്ന് ഇതേപോലത്തെ പരിപാടികൾ പാർട്ടിക്കകത്ത് യൂത്ത് കോൺഗ്രസിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ താരതമ്യം ചെയ്തിട്ടായിരിക്കണം രമേശ് ചെന്നിത്തല പരസ്യമായി പറഞ്ഞത്. അതിനെ മറികടക്കാൻ രാഹുൽ മാങ്കൂട്ടം എന്ന പ്രഡേറ്റർ എന്ന് പൊതുസമൂഹത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട ഒരാൾ അന്ന് ഇമാതിരി വർത്തമാനം പറയുകയായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു, ഒരു കുറ്റവാസനയുള്ള ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാൾക്ക് ആ പൊതുച്ചോർ വിതരണത്തെ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇന്നും നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഡിവൈഎഫ്ഐക്കാർ വന്ന് പൊതുച്ചോറ് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ചോറൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച്, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചും അവർ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഒപ്പം ജില്ലാ ആശുപത്രി പോലെ, താലൂക്ക് ആശുപത്രി പോലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലും ഒരു ദിവസം മുടങ്ങാതെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഏരിയയിൽ ഓരോ സ്ഥലത്ത് വന്ന് അവർ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ, ചില ആളുകൾ അപഹസിക്കുന്ന പോലെ അവരുണ്ടാക്കുന്നതൊന്നുമല്ല, വീടുകളിൽ ഇത് ഉണ്ടാക്കുന്നു, നേരത്തെ വന്ന് കണക്കെടുക്കുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, അവരോട് കൊണ്ടു കൊടുക്കുന്നു എന്നുള്ള ആ ഒരു ദൗത്യം അവർ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പറഞ്ഞാലും ഈ ചോറ് വിതരണത്തെ അപഹസിക്കുന്ന തരത്തിൽ, അതിനെ അനാശാസ്യമാണ് എന്ന് പറഞ്ഞ തരത്തിലുള്ള ആ വർത്തമാനം കേട്ടപ്പോൾ, ആ മുഖത്തെ ഭാവം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു മൂപ്പരൊരു കുറ്റവാസനയുള്ള ആളാണ് എന്ന്. ഇന്നിപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഇത്രമാത്രം കുറ്റവാസനയുള്ള ആളാണെന്ന് പൊതുസമൂഹവും പോലീസും ഒക്കെ ഈ മട്ടിൽ നിഗമനത്തിലെത്തിയിട്ടും കോൺഗ്രസ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കാതിരിക്കുന്നത്? ഇത്രയും നാൾ കോൺഗ്രസ് പറഞ്ഞിരുന്നത് എന്താ? സസ്പെൻഡ് ചെയ്തു, അതിന്മേൽ ഇനി നടപടിയില്ല. അതിന് മുന്നേ പറഞ്ഞിരുന്നത് അയാൾക്കെതിരെ പിണറായി വിജയൻ നീക്കം നടത്തുകയാണ്, അയാളെ ഇല്ലാതാക്കാൻ എന്നാണ്. പിന്നീട് പിടിക്കപ്പെട്ടപ്പോൾ ഒരു സസ്പെൻഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നടപടി ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? പുറത്താക്കും, ഞങ്ങൾ ഭയങ്കരന്മാരാണ്, ഇനി പുറത്താക്കാൻ പോവാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാലം പറഞ്ഞതുപോലെ നടപടി എടുക്കാൻ ഉള്ള സാധ്യത ഇനിയുമുണ്ട്. MLA സ്ഥാനത്ത് പുറത്താക്കിയിട്ടില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസിൻ്റെ MLA പദവി വെച്ചാണ് അയാൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലടക്കം പോയി ഒളിവിലൊക്കെ ഇരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ വീഡിയോയിലേക്ക് ഞാൻ വരുന്നത്. പാർട്ടിയുടെ ഹൈക്കമാൻഡ് തന്നെ തങ്ങളുടെ അതൃപ്തി നാഷണൽ ലെവലിൽ തന്നെ വലിയ ചർച്ചയാണ്. ഇന്ത്യ തന്നെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടവും അയാളെ സംരക്ഷിക്കുന്ന ആൾക്കാരും. ആരാണ് സംരക്ഷിക്കുന്നത്? ഹൈക്കമാൻഡിന് തന്നെ ആ കാര്യം പിടികിട്ടിത്രേ. കേരളത്തിലെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അയാളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വം എന്ന് പറയുമ്പോൾ അതിലും വലിയ പദവിയുള്ള ആൾ അവിടെയുണ്ട്. അത് സണ്ണി ജോസഫാണ്, KPCയുടെ പ്രസിഡൻ്റാണ്. പക്ഷേ വർക്കിംഗ് പ്രസിഡന്റിന് താഴെയാണ് മൂപ്പരുടെ സ്ഥാനം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഷാഫി പറമ്പിലിൻ്റെ കയ്യിലാണ് പാർട്ടി. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ നിൽക്കുകയാണ് എന്ന മട്ടിലാണ് നിലവിലെ സമീപനങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാം. ഇതുവരെ ഒരു വാക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെയും അയാളുടെ കുറ്റകൃത്യത്തെയും ആരോപിക്കപ്പെട്ട കാര്യങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ നിലപാടെടുത്തിട്ടില്ല. ഭാവിയിലേക്ക് ഉപയോഗിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റായി അത് നിർത്തുകയാണ്. എന്നിട്ട് പാർട്ടി അരിച്ചരിച്ചരിച്ചരിച്ച് സാധാരണ ജനതയുടെ ഇടയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ കൂടി ആവശ്യമായ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തും വിധത്തിലുള്ള ഈ പ്രശ്നത്തെ അങ്ങേയറ്റം അയാളെ സംരക്ഷിച്ച് നിർത്താനുള്ള ഇടപെടലുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് അവർ ചർച്ചയിൽ ശ്രീകുമാർ മലയിൽ എന്ന മാധ്യമപ്രവർത്തകൻ നടത്തിയൊരു അഭിപ്രായ പ്രകടനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആരാണ് ഇദ്ദേഹത്തെ, രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത് എന്നുള്ളത്? അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് നേതൃത്വത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതും പെൺകുട്ടികളെ അപമര്യാദയായി സമീപിച്ചതും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റവും ഒക്കെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തു എന്ന് പറയുന്നവർക്കൊക്കെ കൃത്യമായ വിവരങ്ങൾ കയ്യിലുണ്ടായിരുന്നവരാണ്. പിന്നെ എന്തുകൊണ്ട് അന്ന് അവരൊക്കെ അദ്ദേഹത്തിനെതിരെ മിണ്ടാതിരുന്നു? ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി അടങ്ങൂ എന്ന് പറയുമ്പോൾ കെ മുരളീധരനെ പോലെ ഒരാളെ തട്ടിക്കളഞ്ഞ് രാഹുലിന് വേണ്ടി ബലം പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സെക്ഷൽ പ്രഡേറ്ററുടെ ഒരിക്കലും അടുപ്പിക്കാൻ
കൊള്ളാവുന്ന ചരിത്രവും വിവരങ്ങളും അടുപ്പിക്കാൻ കൊള്ളാത്ത ചരിത്രവും വിവരങ്ങളും ഉണ്ടായിരുന്നു. അത് വ്യക്തമായി അറിയുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും അവർ അദ്ദേഹത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി. പിന്നീടാണ് ആ സംഘത്തിൽ വിള്ളലുണ്ടായതും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതും. അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത് അനിവാര്യമാണ്, ഒടുക്കെ എല്ലാവരും കൂടി തീരുമാനം ഈ മട്ടിൽ പോകുന്നത് എല്ലാവരും കൂടി തകരും എന്ന് കണ്ടപ്പോൾ പുറമെ ഇങ്ങനെ കാണിക്കുകയാണെന്നാണ് മാധ്യമപ്രവർത്തകനായ ശ്രീകുമാർ മനയിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയിൽ പറഞ്ഞത്. ഗൗരവമുള്ള കാര്യമാണ്. സംരക്ഷിക്കുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ കാര്യങ്ങൾ അറിയാമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ മനുഷ്യന് മുന്നിൽ, മലയാളിക്ക് മുന്നിൽ അധപ്പതിച്ചു പോകുന്നു എന്ന് തോന്നിക്കും വിധത്തിലുള്ള ഒരു നിലപാട് കോൺഗ്രസ് ഇയാളുടെ കാര്യത്തിൽ എടുക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിന് പല വിധത്തിലുള്ള റൂമറുകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്, മറ്റു രീതിയിലുള്ള ആക്ഷേപങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ആ തരത്തിൽ ബ്ലാക്ക് മെയിലിങ്ങിന് അയാളുടെ കയ്യിൽ ഒരുപാട് വിവരമുണ്ട്, അയാൾ എന്തായാലും അതൊക്കെ പുറത്തുവിടും, അത്തരത്തിലുള്ള പേടിയുള്ള ആളുകളുടെ എന്നൊക്കെയുള്ള റൂമറുകളൊക്കെ ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കുന്നത്. നമ്മൾ അതിൻ്റെ പിന്നാലെയൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഷാഫി പറമ്പിലിന് നേരത്തെ തന്നെ വ്യക്തമായി അറിയാമായിരുന്നു എന്ന സാക്ഷ്യപ്പെടുത്തലുമായി കോൺഗ്രസ് പ്രവർത്തക തന്നെയായ MA ഷഹനാസ് എന്ന പ്രസാധക ഇന്ന് രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അവർ നേരത്തെയും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയും നിരന്തരം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരികയും ചെയ്ത ഒരാൾ കൂടിയാണ്. അവർ പറയുന്നത്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ MLA ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തെളിവുണ്ട് പറഞ്ഞതിന്. ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരു ഇടമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം. അതിൻ്റെ പ്രസിഡന്റായിട്ട് ഇവനെപ്പോലെ ഉള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടും എന്ന്. നമ്മുടെയൊക്കെ പെൺകുട്ടികൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാവണമെങ്കിൽ ഇവനെപ്പോലെയുള്ള ആളുകളെ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ആ വാക്കിന് ഒരു വിലയും തന്നില്ല ഷാഫി പറമ്പിൽ എന്ന് മാത്രമല്ല, നിറഞ്ഞ പരിഹാസവും പുച്ഛവും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പറയാനുള്ളത് പറഞ്ഞില്ല എന്നുള്ള വേവലാതിയോ കുറ്റബോധമോ ഒന്നും ഈ നിമിഷവും എനിക്കുണ്ടായിട്ടില്ല. ഇന്നും പരാതിയായിട്ട് വന്നിട്ടുള്ളത് 23 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആർക്കെങ്കിലും വേദന തോന്നുന്നുണ്ടോ? ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ മകൾക്ക് 21 വയസ്സാണ്. അത് വേണ്ടാത്തവർക്ക് അതുണ്ടോ എന്ന് ഒരു തോന്നലുമില്ല. കാരണം പീഡിപ്പിക്കപ്പെട്ടത് സ്വന്തം മകളോ ഭാര്യയോ അമ്മയോ സഹോദരിയോ ഒന്നുമല്ലല്ലോ, എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണ്. പ്രസംഗിക്കാൻ മാത്രമേ ഇവർ സ്ത്രീപക്ഷം പറയൂ. അഭിനയം ഒക്കെ കാണാൻ വിധിച്ചിട്ടുള്ള ഹതഭാഗ്യരാണ് നമ്മളൊക്കെ. അത് രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ മാങ്കൂട്ടം എന്ന MLA പിടികൂടാൻ സാധിക്കാത്തൊരു പോലീസ് സംവിധാനമാണോ കേരളത്തിലുള്ളത്? അല്ലെങ്കിൽ വേട്ടനായ്ക്കൾ എല്ലാ കാലത്തും ആഘോഷിക്കപ്പെടും. ഇരകൾ ഇന്നും നിങ്ങൾക്ക് മുന്നിലൊക്കെ നരകിച്ച് ജീവിച്ചു മരിക്കും. നിങ്ങൾ പറയുന്ന അപമാന വാക്കുകളാൽ അവർ പുളയും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഏത് മേഖലയിൽ ഉള്ളവനായാലും. വേട്ടപ്പട്ടികൾക്കൊരു വിചാരമുണ്ട്. അതായത് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ പിന്നീട് അവരുടെ തന്ത്രം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ത്രീകളെ ഈ ചടങ്ങുകളിൽ വിളിക്കുക, പരസ്യമായി കെട്ടിപ്പിടിക്കുക, എന്നിട്ട് സ്വയം അങ്ങ് ആനന്ദിക്കുക. അതായത് ആ വേട്ടപ്പട്ടിയുടെ തോന്നലാണ്, കണ്ടോ കണ്ടോ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഈ സ്ത്രീകൾക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലോ, പിന്നെ നീയൊക്കെ എവിടുന്നാ വന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കുരയ്ക്കുന്നത് എന്ന്, നിനക്കൊക്കെ എവിടെയോ തേഞ്ഞു പോയത് എന്ന്. എന്നിട്ടും അവരെ ചുവപ്പും വസ്ത്രമൊക്കെ അണിഞ്ഞ് ഇരയായ പെണ്ണിൻ്റെ മുന്നിൽ വന്ന് കൊഞ്ഞനം കുത്തിക്കൊണ്ടേയിരിക്കും. ഈ അനുഭവം കൊണ്ട് പറയാണ്, നല്ല വേദനയാണ്. ഇതിനൊക്കെ നിന്നു കൊടുക്കുന്ന പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങളൊരു പുരുഷനെ മഹാനാക്കി എന്ന്. യഥാർത്ഥത്തിൽ ഷഹനാസ് പറയുന്നത് പാലക്കാട് 2 നടിമാർ ഷാഫിക്കൊപ്പം പോയി അർമാദിച്ച കാഴ്ചയാണ്. അത് ആരോപണ വിധേയനായി നിൽക്കുമ്പോഴാണെന്ന് ഓർക്കണം. എന്തായാലും നിങ്ങൾ ഗതികോട് കൊണ്ട് ഈ പുകഴ്ത്തി പറയുന്ന അണികളുടെ ഉള്ളിൽ പോലും നിങ്ങളുടെ പുച്ഛമായിരിക്കും. ഒരു പെണ്ണ് ഇരയാക്കപ്പെടുമ്പോൾ ആ പെണ്ണിന് മുന്നിൽ ഒപ്പം നിന്ന് വരണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇരകൾക്കൊപ്പമാണ് ഞാൻ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ കോൺഗ്രസിലെ ഒരുപാട് നേതാക്കന്മാർ എന്നെ ചോദ്യം ചെയ്തു. സഖാത്തിയായ സുഹൃത്തിനെ സംരക്ഷിക്കാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. എൻ്റെ പക്ഷം എന്നും സ്ത്രീപക്ഷം തന്നെയാണ്. അത് നിങ്ങൾ ചുറ്റിനും കൂടി നിന്ന് എന്നെ ആക്രമിച്ചാൽ പോലും ഇവൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്, ഇവനൊക്കെ ഒരു സ്ത്രീയെ എന്തൊക്കെ പറയും എന്നും എന്തൊക്കെ ചെയ്യുമെന്നും ഒക്കെ അറിയാം. ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് ഇരയാക്കപ്പെടുന്ന ഓരോ സ്ത്രീക്കും ഒപ്പമാണ്. 4 വെള്ള നിറത്തിലുള്ള ലവ് വിട്ടത് അല്ല ഇവിടുത്തെ ഒന്നും പ്രശ്നം. എന്നിട്ട് കവലപ്രസംഗം നടത്തുകയാണ്, ഇവളൊക്കെ ഞാൻ ചാറ്റ് ചെയ്യുന്ന സ്ത്രീകളാണെന്ന്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എല്ലാ അധികാരങ്ങളും ആസ്വദിച്ചവനാണ് രാഹുൽ മാങ്കൂട്ടം. എന്നിട്ട് ഇന്ന് പാർട്ടിയെ, അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വക്കത്ത് നിൽക്കുമ്പോൾ ഇരുട്ടിലാക്കിയ മഹാൻ കൂടിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇരകൾ എന്ന് പറഞ്ഞു വരുന്ന മുഴുവൻ സ്ത്രീകളെയും അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനലായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കണം. ഇന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട് എന്ന ഗതികേട് മനസ്സിലാക്കണം.
പാർട്ടിക്ക് കളങ്കം വരുത്തിയത് ആഘോഷമാക്കുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് കാരണം. അതിന് അയാളുടെ കൂടെ നിൽക്കുന്ന മഹാന്മാർ മഹതികൾ ഒക്കെ ആരാണെന്ന് ഉറച്ച ധാരണയുണ്ട്. 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമാണ് പരാതിയുമായി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അപമാനിക്കാൻ ഒരു ഇര കൂടിയായെന്ന് സാരം. നിങ്ങൾ അപമാനിക്കുന്നതനുസരിച്ച് ഇരകളായ ഓരോ പെണ്ണും പുറത്തു വരും, ശക്തമായി തന്നെ. ഇതിനുശേഷം അവർക്കുണ്ടായ ദുരനുഭവങ്ങളും അതിന് ഒപ്പം നിന്നവരെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തല, VD സതീശൻ, അതോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ ഇതിൽ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂവിൽ ഉറച്ച് അതിനെതിരെ നിന്നതിനെ പ്രശംസിക്കുന്നുമുണ്ട്. എന്നാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഓരോ അണിക്കും അയാളുടെ ജീവിതത്തിൽ തലകുനിക്കേണ്ടി വന്ന അവസരം സൃഷ്ടിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടവും അയാളെ സംരക്ഷിച്ച ആളുമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർ പങ്കുവെക്കുന്നത്. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, തുടക്കം മുതൽ ഇങ്ങനെയൊരു പ്രശ്നം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ പാർട്ടിയെ സംരക്ഷിക്കാൻ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ പാർട്ടിക്കാർ എന്താ ചെയ്യുക? അത് ശ്രദ്ധയിൽപ്പെടുത്തി അവനെ അങ്ങ് മാറ്റി നിർത്താൻ ശ്രമിക്കുക എന്നുള്ളത് സാധാരണ നടക്കുന്ന ഒരു പ്രക്രിയയാണ് പാർട്ടിയോട് കൂറുള്ളവർക്ക്. എന്നാൽ ഇവിടെ ഇതൊക്കെ നേരത്തെ തിരിച്ചറിയുമായിരുന്നിട്ടും അയാളുടെ വാചാടോപത്തിലും അയാളുടെ ഭീഷണിയിലും വഴങ്ങി വലിയ മുതിർന്ന നേതാക്കൾ പോലെ അടങ്ങിയിരിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. ഒരിക്കൽ KPCCയുടെ ഒരു നേതൃയോഗത്തിനിടയിലാണ് VM സുധീറിനെ പോലെ ഒരാളെ അപമാനിച്ചു വിട്ടതിനെക്കുറിച്ച് പിറ്റേന്നാൾ മനോരമ അടക്കമുള്ള പത്രങ്ങൾ വാർത്ത എഴുതിയത് കണ്ട് നമ്മൾ അന്തിച്ചു പോയത്. പിന്നീട് ആരെയൊക്കെ അപമാനിച്ചു, പാർട്ടിക്ക് പുറത്തുള്ളവർ അവിടെ നിൽക്കട്ടെ, അകത്തുള്ള ആരെയൊക്കെ അപമാനിച്ചു, PJ കുര്യൻ, രമേശ് ചെന്നിത്തല, ഇങ്ങനെ തുടങ്ങി പാർട്ടിയിലെ ഓരോ ആളുകളെയും എണ്ണി അപമാനിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സ്ത്രീകളെ അപമാനിക്കുന്ന കാഴ്ച കണ്ടു. ഇതിനൊക്കെ ഒരു അടിസ്ഥാന ബലമായി നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണ് പാർട്ടിയിൽ നേതാവുക എന്ന തെറ്റിദ്ധാരണ പാർട്ടിയിൽ ആഭ്യന്തരമായും വന്നു എന്നുള്ളതാണ്. പുറത്തതാണ് നടക്കുന്നത്. പുറത്ത് പ്രത്യേകമായി എതിരാളികളെ പള്ളി വിളിക്കുക, അയാളുടെ ഭാര്യയെ, മക്കളെ ഒക്കെ തെറി വിളിക്കുക, മരുമക്കളെയൊക്കെ തെറി വിളിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അത് പറഞ്ഞാൽ നേതാവാകും കോൺഗ്രസിൽ നിന്നുള്ളൊരു ധാരണ വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഇത് ആഭ്യന്തരമായും ചിലവാകുന്ന ക്രിയയാണെന്ന് മനസ്സിലായിട്ടാണ് പാർട്ടിക്കകത്ത് ഈ മട്ടിൽ രാഹുൽ മാങ്കൂട്ടം ആൻഡ് ടീം രംഗത്തിറങ്ങിയത്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആരാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പല ആരോപണങ്ങൾക്കപ്പുറത്ത് ഇതുപോലുള്ള ഷഹനാസിനെ പോലുള്ളവർ തെളിവ് സഹിതം നിരത്തുകയാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ അടയാളമാണ് ഈ പാർട്ടിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിൽ നിന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അധികം അകലെയല്ലാത്ത ഈ കാലത്ത് ഇങ്ങനെ ഒരു സംഭാവന നൽകിയത്. ഒരണിയും ഒരു കോൺഗ്രസ്സുകാരനും മറക്കരുത് ഈ തിരിച്ചടി ഉണ്ടാക്കിയ ഇവരുടെ ഈ അടയാളം, ഈ പ്രവർത്തനം. ഇത് ആർക്ക് വേണ്ടിയാണ്? ഇതിൻ്റെ സുഖ സൗകര്യങ്ങൾ, MLAയുടെയും MPയുടെയും ഒക്കെ സുഖ സൗകര്യങ്ങളും ജനങ്ങൾക്കിടയിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രവർത്തന രീതിയിൽ കിട്ടുന്ന പാർട്ടിക്കാർ ജീവൻ പണയം വെച്ച് കൂടെ നിന്ന് നൽകുന്ന സ്നേഹവുമൊക്കെ ഇമാതിരി രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാൻ എന്നുള്ള മട്ടിലല്ല. ഇമാതിരി ക്രൂര കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആൾ ഇവിടെ ഈ മട്ടിൽ പൊതുസമൂഹത്തിൽ ജീവിക്കാനേ അർഹരല്ല. അവർ അടക്കപ്പെടേണ്ടടുത്ത് അടക്കപ്പെടുക തന്നെ വേണം. അവരും അവരെ ഈ മട്ടിലേക്ക് സഹായിക്കുന്ന ആളുകളും. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.